പാർട്ടിയുടെ 24ാം കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള ജില്ലാ സമ്മേളനം, കോഴിക്കോട് ജില്ലാ സമ്മേളനം ഈ മാസം 29, 30, 31 തീയതികളിലായി വടകരയിലാണ് നടക്കുന്നത്. വടകരയിൽ ചരിത്രപ്രധാനമായ പ്രസിദ്ധമായ നാരായണ നഗരം നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ ചരിത്ര പശ്ചാത്തലം. നാരായണ നഗരത്ത് തീരാനടക്കിയ കോടിയേരിയുടെ നാമധേയത്തിലുള്ള നഗരിലാണ് 3 ദിവസത്തെ പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. നാരായണ നഗറിന്റെ പ്രത്യേകത 1931 ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്ത് KPCCയുടെ സമ്പൂർണ്ണ രാഷ്ട്രീയ സമ്മേളനത്തിന് വേദിയായത് നാരായണ നഗരമാണ്. മലബാർ കർഷക കലാപത്തിൽ ജയിലിൽ അടക്കപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി പി നാരായണ മേനോൻ അന്ന് ജയിലിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് ആ സമ്മേളനം നൽകുന്ന നൽകിയത്. ജയിലിലിരിക്കുന്ന നാരായണ മേനോന്റെ പേരിലാണ്. ആ സമ്മേളനത്തിന്റെ മറ്റൊരു പ്രത്യേകത, ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ചുവപ്പ് വടകരമാർ നിയന്ത്രിച്ച സമ്മേളനമായിരുന്നു വടകര സമ്മേളനം. അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. അതിന്റെ പ്രധാന സംഘാടകന്മാർ കൃഷ്ണപ്പിള്ളയും അതുപോലെ മൊയാളത്തി സംഘടന ഉൾപ്പെടെയുള്ളവരായിരുന്നു. മറ്റുള്ളവരുമുണ്ട്. പ്രധാനമായ നാരായണ നഗരത്തിലാണ് ഈ ജില്ലാ സമ്മേളനം ചെയ്തത്. പ്രത്യേകം അതിന് സമ്മേളന നഗരം സജ്ജമാക്കുകയാണ്. ഈ സമ്മേളനത്തിലേക്ക് അതിൽ പ്രീതികളായിട്ട് താഴെ തലത്തിലുള്ള ഏരിയ സമ്മേളനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 439 പ്രതിനിധികളുണ്ട്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്ന നേതൃതലത്തിലുള്ള സഖാക്കളും എല്ലാം ഉൾപ്പെടെ 500-ലധികം പേർ 3 ദിവസം ഈ സമ്മേളനത്തിൽ പങ്കാളികളാണ്. പാർട്ടിയുടെ ഓഡിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായിയാണ് റേഞ്ച് സമ്മേളനം 29-ന് കാലത്ത് ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി 3 ദിവസവും പൂർണ്ണമായി സമ്മേളനത്തിലുണ്ടാകും. പൊതുസമ്മേളനത്തിലും മുഖ്യമന്ത്രി ഉണ്ടാകും. ഈ സമ്മേളനത്തിന്റെ മുന്നോടിയായി ജില്ലയിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള പാർട്ടി ഘടകങ്ങളായ ബ്രാഞ്ചുകൾ, ആ ബ്രാഞ്ചുകൾ ജില്ലയിൽ പാർട്ടിക്ക് 4501 ബ്രാഞ്ചുകളാണ് നിലവിലുള്ളത്. ആ 4501 പാർട്ടി ബ്രാഞ്ചുകളുടെയും സമ്മേളനത്തിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ നല്ല നിലയിൽ പാർട്ടിയുടെ സംഘടനാ തത്വങ്ങളും മാർഗനിർദ്ദേശങ്ങളുമെല്ലാം അനുസരിച്ചുകൊണ്ട് തന്നെ പൂർത്തീകരിച്ചു. അതിനുശേഷം 283 ലോക്കൽ സമ്മേളനങ്ങൾ, 283 ലോക്കൽ കമ്മിറ്റികളാണ് ജില്ലയിലുള്ളത്. ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പങ്കാളികളായി നല്ല നിലയിൽ പൂർത്തീകരിച്ചു. ലോക്കൽ സമ്മേളനങ്ങൾ 2 ദിവസങ്ങളായിട്ടാണ് നടക്കുന്നത്. ഒരു ദിവസം മുഴുവനായി പ്രതിനിധികളുടെ സമ്മേളനവും 2ാമത്തെ ദിവസം പൊതുസമ്മേളനവും എന്ന നിലയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം ഏരിയ സമ്മേളനങ്ങൾ 16 ഏരിയ സമ്മേളനങ്ങൾ 2 ദിവസമായി പൂർത്തീകരിച്ചു. 2 ദിവസം പ്രതിനിധി സമ്മേളനവും വൈകിട്ട് പൊതുസമ്മേളനവും എന്ന നിലയിൽ പൂർത്തീകരിച്ചു. അതിനെ തുടർന്നാണ്
ഇപ്പോൾ ജില്ലാ സമ്മേളനത്തിലേക്ക് എത്തുന്നു. ഈ വടകരയിലേക്ക് വീണ്ടും വടകര ജില്ലാ സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ 10 വർഷം മുമ്പാണ് പാർട്ടി ജില്ലാ സമ്മേളനം വടകരയിൽ നടന്നത്. 2015 ജനുവരി 2015 ജനുവരി 12, 13, 14 ജനുവരിയിലാണ് വടകരയിൽ 10 വർഷം മുമ്പ് ജില്ലാ സമ്മേളനം നടന്നത്. ആ 10 വർഷം മുമ്പ് സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ പാർട്ടിക്ക് ജില്ലയിലുണ്ടായിരുന്നത് 31,811 അംഗങ്ങളാണ്. 10 വർഷം മുമ്പ് പാർട്ടി അംഗങ്ങൾ 31,811. വീണ്ടും വടകരയിലേക്ക് ഇപ്പോൾ എത്തിച്ചേരുമ്പോൾ 10 വർഷത്തിന് ശേഷം വടകരയിൽ ജില്ലാ സമ്മേളനത്തിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ 55,624 പാർട്ടി അംഗങ്ങളാണ് ജില്ലയിൽ. 55,624. 23,813 അംഗങ്ങൾ ഈ കാലയളവിൽ ജില്ലയിൽ പാർട്ടി അംഗങ്ങളുടെ വർധനവുണ്ടായി. അന്ന് 174 ലോക്കൽ കമ്മിറ്റികളാണ് 10 വർഷം മുമ്പ് വടകരയിൽ ഞങ്ങൾ സമ്മേളിക്കുമ്പോൾ ജില്ലയിൽ പാർട്ടിക്കുണ്ടായിരുന്നത്. ഇന്നത് 283. ഈ കാലയളവിൽ 109 ലോക്കൽ കമ്മിറ്റികൾ എണ്ണത്തിൽ വർദ്ധിച്ചു. അതുപോലെ അന്ന് ഉണ്ടായിരുന്ന പാർട്ടി ബ്രാഞ്ചുകൾ 2,622 ആ സമ്മേളനകാലം. ഇന്നിപ്പോൾ 4,501 പാർട്ടി ബ്രാഞ്ചുകൾ ഇന്ന് ജില്ലയിലെത്തി. ഇവിടെ ഈ നിലയിലെല്ലാം ഉള്ള വർധനം 1,879 ബ്രാഞ്ചുകൾ, പാർട്ടി ഘടകങ്ങൾ, അടിസ്ഥാന ഘടകങ്ങൾ ജില്ലയിലുണ്ട്. ഈ നിലയിലെല്ലാമുള്ള സംഘടനാപരമായ വിപുലീകരണവും മുന്നേറ്റവും ഈ കാലയളവിൽ നല്ല നിലയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിൽ ജില്ലയിലെ പാർട്ടിക്ക് സാധിക്കും. കഴിഞ്ഞ സമ്മേളനം ആ കോവിഡിന്റെ കൂടി പശ്ചാത്തലത്തിൽ കോഴിക്കോട്ടാണ് നടന്നത്. ആ കാലയളവിൽ ജില്ലയിൽ ഉണ്ടായിരുന്നതിനേക്കാളും 6 ലോക്കൽ കമ്മിറ്റികൾ ഈ 3 വർഷത്തിനിടയിൽ വർദ്ധിച്ചു. 135 പാർട്ടി ബ്രാഞ്ചുകളും വർദ്ധിക്കുകയുണ്ടായി. പാർട്ടി അംഗസംഖ്യയിൽ 4,037 വർധനവാണ് ഈ 3 വർഷത്തിനുള്ളിൽ കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം ഈ സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. പൊതുവിൽ ഈ കാലയളവ് നോക്കിയാൽ CPM-നെതിരായി ഇടതുപക്ഷ വിരുദ്ധ ശക്തികളുടെ വലതുപക്ഷത്തിന്റെ വലിയ തോതിലുള്ള കടന്നാക്രമണങ്ങളും പട്ടാരവേലകളും ഞങ്ങൾക്ക് നേരിടേണ്ടി വന്ന കാലമാണ്. മുൻപൊന്നും ഇല്ലാത്ത വിധത്തിൽ വനിതകളുടെ പങ്കാളിത്തം അത് ഞങ്ങൾ പ്രത്യേകം എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. അത് പ്രക്ഷോഭങ്ങളിലും അതുപോലെ ക്യാമ്പയിനുകളിലും മാത്രമല്ല, പാർട്ടി പ്രവർത്തനങ്ങളിലും പാർട്ടി ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ കാര്യത്തിലും വനിതകൾ നല്ല നിലയിൽ മുന്നോട്ട് വന്നു. കഴിഞ്ഞ സമ്മേളനം 3 കൊല്ലം മുമ്പ് നടക്കുമ്പോൾ ജില്ലയിലെ പാർട്ടി മെമ്പർഷിപ്പിൽ 22% വനിതകളുടെ പ്രായം. ഇന്ന് 27.07% ജില്ലയിലെ പാർട്ടി അംഗസംഖ്യയിൽ വനിതകളുടെ പ്രായം. മാത്രമല്ല, എല്ലാ തലങ്ങളിലും പാർട്ടിയുടെ ചുമതലക്കാരായി പലയിടത്തും അവർ
രംഗത്ത് വന്ന് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതിന് സന്നദ്ധമാകുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട നേട്ടം തന്നെയാണ്. ഇന്നിപ്പോ കോഴിക്കോട് ജില്ലയിൽ പാർട്ടിയുടെ 395 ബ്രാഞ്ചുകളുടെ സെക്രട്ടറിമാർ നിയമിതരാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ താഴെ തലത്തിൽ ഏറ്റെടുത്ത് നിർവഹിക്കുന്നത് വനിതകൾ മുമ്പൊരു കാലത്തും ഇല്ലാത്ത വിധത്തിൽ മുന്നോട്ട് വരും. സ്ത്രീകളുടെ എല്ലാം സാന്നിധ്യം ഉണ്ടാകും എന്ന് കരുതുന്നു. എല്ലാവരെയും സമ്മേളനത്തിലേക്ക്, അതിന്റെ പ്രാരംഭ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യും.